ഹലോ ഹായ് ഹായ് ഹായ്. നമ്മളൊരു ബ്യൂട്ടിഫുൾ വേയില് 2024 ഇങ്ങനെ അവതരിപ്പിക്കല്ലേ. ഓക്കെ, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ കളിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ പുതിയൊരു സ്ഥലത്താണ് ഇന്ന് നമ്മുടെ സ്ഥലത്തിന്റെ പേര് ഓക്കെ, ആപ്പിൾ ട്രീ ബേ. അപ്പൊ ഞങ്ങളിങ്ങനെ വന്നിട്ട് ഇതുപോലെ തന്നെ സൈഡിൽ വെള്ളമൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പൊ നമ്മൾ വന്ന് കുക്കിംഗ് തുടങ്ങി. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ വിശന്നു. അപ്പോൾ കുക്കിംഗ് തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് പല പല പരിപാടികളുണ്ട്. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ബാർബിക്യൂ സ്റ്റേക്ക്, ബാർബിക്യൂ സ്റ്റേക്ക്, ലാമ്പ്, ചിക്കൻ അവിടെ. ചിക്കൻ ഞങ്ങൾ നേരത്തെ കുക്ക് ചെയ്യണമെന്ന്, കാരണം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും വിശന്നാലെന്ന് പറഞ്ഞില്ലേ. സാലഡ്. അപ്പോൾ അവരവിടെ കുക്കിങ്ങിൽ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ വന്ന് ഒരു ചെറിയ ചൂണ്ടയൊക്കെ എടുത്ത് ഇവിടെ മീൻ നോക്കിയേ, നല്ല വലിയ ഫിഷ് ഉണ്ട് കേട്ടോ. എന്താ നല്ല വലിയ ഫിഷ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇവിടെ ഒന്ന് ചൂണ്ടിട്ട് നോക്കി കഴിഞ്ഞാണെങ്കിൽ എന്താണ് കിട്ടണതെന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇടാൻ പോവാണ് ഞങ്ങൾ. കണ്ടോ, വെള്ളം കണ്ടില്ലേ. ഒത്തിരി താഴ്ചയൊന്നുമില്ല, പക്ഷെ നമുക്ക് മീനുകളെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കൊത്തിയാൽ കൊത്തി, നമുക്ക് നോക്കാം. കൊത്തി അപ്പം തന്നെ നമ്മൾ വറുത്ത് നമുക്ക് കഴിക്കാം. നമ്മൾ വെയിറ്റ് മേടിച്ചല്ലേ, പ്രോൺസ്. ബെസ്റ്റ്. ആ സ്ഥലത്തുണ്ടല്ലോ, അവിടെ മൂന്നാലെണ്ണം ഉണ്ടായിരുന്നു. സാലഡ് മിക്സ് ചെയ്താ കിട്ടിയ മീൻ വല്ലതും കിട്ടിയടാ? ഒന്നും കിട്ടിയില്ല അല്ലേ. ഇവിടെ ഉച്ച സമയം ആയതുകൊണ്ട് മീനുകളെ കൊത്തേണ്ട സമയമല്ല അല്ലേ. അല്ല വ്യൂവേഴ്സിനോടല്ല, ഞാൻ മനുവിനോട് ചോദിച്ചതാ അല്ലേ. എങ്ങനെ ഇട സമയത്തുള്ള ഭക്ഷണങ്ങളൊന്നും സ്വീകരിക്കുന്നതല്ല. അത് ഇഷ്ടംപോലെ മീൻ അതിന്റെ നടുക്കിടപ്പുണ്ടായിരുന്നു. ഒരു എല്ലാം നിൽക്കുന്ന ആൾക്കാർ മുഴുവൻ അതിന്റെ നടുക്കിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാരും. എന്നിട്ട് ഇപ്പൊ കൊത്തു എന്ന് പറഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ അവര് തന്നെ ഇറങ്ങി കൊത്തണം. അതാ പറഞ്ഞ, അതുവരെ അവര് തന്നെ ഇറങ്ങി കൊത്തേണ്ടി വരും, അല്ലാണ്ട് വേറെ രക്ഷയില്ല. രണ്ടിനെ കൊണ്ട് കണ്ട്. അതെ. Somebody put their hands here. Okay. ഇത് മഡ് ക്രാബിന്റെ കുഞ്ഞായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം വീട്ടിൽ കൊണ്ട് വളർത്തി വലുതാക്കി. ഇത് ഇത്ര വലുത് മഡ് ക്രാബിന്റെ കുഞ്ഞാണെങ്കിൽ ഇത്ര ഒരു 1.5 കിലോ അല്ല. അപ്പൊ അത് വീട്ടിൽ കൊണ്ട് ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തി. അപ്പൊ ഞങ്ങളിത് പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ബോട്ടൊക്കെ ഇറക്കി, അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ്. ഇനി ബോട്ടല്ല, സോറി, അതെ, ജെറ്റ്സ്കി ഇറക്കി, ബോട്ടല്ല. ഉഗ്രൻ ലൊക്കേഷനാണ് കണ്ടോ, ആപ്പിൾ ട്രീ ബേ. അതെ, ആപ്പിൾ ട്രീ ബേ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ലൊക്കേഷനാണ്. ഇത്രയും ബോട്ടുകൾ ഞാൻ ഇവിടെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. കാരണം ഇതിനകത്ത് ഫുള്ള് ട്രെയിലേഴ്സും ബോട്ട്സുമാണ്. ഒരു രക്ഷയില്ല. കാറ്, നമ്മുടെ നോർമൽ കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല, ട്രെയിലറും കൊണ്ട് വരണം പാർക്ക് ചെയ്യണമെങ്കിൽ. അതുപോലത്തെ അവസ്ഥയാണ്. ഫുൾ ട്രെയിലേഴ്സിനുള്ള പാർക്കിംഗ് ആണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കയറാൻ പോണത്. ഇതുവരെ ഇങ്ങനെ ഒരു സാഹസം ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, ആദ്യമായിട്ട് കയറുമ്പോൾ ലൈഫ് ജാക്കറ്റ് മസ്റ്റ് പറയുകയാണെങ്കിൽ ലെവൽ 50 അതാണ് അതിന്റെ റെക്കമെൻഡഡ് ലൈഫ് ജാക്കറ്റ്. അങ്ങനെയുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ലൈസൻസ് എങ്ങനെയാ? ഇതിന്റെ ലൈസൻസ് ബോട്ട് ലൈസൻസിനേക്കാളും മേലെയുള്ള ലൈസൻസ് ആണ്. ബോട്ട് ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ട് യു ഹാവ് ടു അപ്ഗ്രേഡ്. ലൈസൻസ് ഇപ്പൊ നമ്മള് ട്രക്കിനൊക്കെ പോലെ ലൈസൻസ് കിട്ടിയിട്ടുള്ള ട്രക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതുപോലെ ബോട്ട് ലൈസൻസ് കിട്ടിയിട്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യാൻ. ചെറുതാണെങ്കിലും ഇതിനാണ് കൂടുതൽ. ഓക്കെ, അപ്പൊ അത് നമ്മള് ഇറക്കി ഇറക്കണ ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അല്ലാണ്ട് വണ്ടി ഓടിച്ച് ഇറക്കുമായിരുന്നു, അത് കാരണം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് സൈഡിൽ ഇരിക്കാണ്ടിരിക്കാനുള്ളത് അല്ലേ. പിന്നെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇടാനുള്ള ഒരു ഇതുണ്ട്. പിന്നെ 2 മിറേഴ്സ് ഉണ്ട്. നമ്മൾ താഴ്ത്തിയിട്ട് കഴിയുമ്പോൾ 2 മിറേഴ്സ് അവിടെ. ലൂസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലൂസ് ചെയ്ത് വിടണം. നിങ്ങൾ കയറുന്നതിന് മുമ്പ് ഈ സാധനം ലൂസ് ചെയ്യരുത്, വണ്ടി വേറെ വഴിക്ക് പോകും. ഓക്കെ, കയ്യില് ഇത് സാധനം വിട്ടുപോയി കഴിഞ്ഞാൽ ജെറ്റ്സ്കി ഓട്ടോമാറ്റിക്കലി സ്റ്റോപ്പ് ആവും. വണ്ടി സ്റ്റോപ്പ് ആവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അതാ സ്റ്റാർട്ടായി. അപ്പൊ ഞാൻ കയറട്ടെ.
ആ ആ ഓക്കെ. ആ ആ ഓക്കെ. അങ്ങനെ ഞാൻ ഇരുന്നു. ഇതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൈ പിടിക്കാനുള്ള ഒരു സ്ഥലമുണ്ട്. മോട്ടോർ ബൈക്കിനൊക്കെ പോലെ. ആ ഓക്കെ. ഇതിന് ഇത്ര സ്പീഡ് ലിമിറ്റ് ഒന്നും അല്ല ഉണ്ട് ഇതിനകത്ത്. ആ ഓക്കെ. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് സ്പീഡ് എടുക്കാന്നല്ലേ. ഇതൊക്കെ കണ്ടോ വലിയ ബോട്ടുകളായിരുന്നു ഇവിടെ മൂവ് ചെയ്തേക്കുന്നത്. ഇത് നമ്മൾ കൗൺസിലില് പൈസ കൊടുത്തിട്ട് പാർക്ക് ചെയ്തേക്കുന്നതാണ് ബോട്ട്. അതായത് പിന്നെ കുറേ ചെറിയ ബോട്ടുകളുണ്ട്. ചെറിയ ബോട്ടുകളാണ് അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. പഴയ ബോട്ടാണ്, പക്ഷെ അതിനകത്ത് ആരും ഉണ്ട്. കണ്ടോ, ആളുണ്ട്. കണ്ട ആ ചെറിയ ബോട്ട് ആള് സൈഡിൽ കെട്ടി വെച്ചേക്കുന്നത്. ആ ബോട്ടിലാണ് അങ്ങോട്ട് പോണത്. ആളുണ്ട്. ഈ ഫോറെന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അത് നോട്ട്സ് ആണ്. അമേരിക്കൻ സിസ്റ്റം ആണ് ബോട്ടിങ്ങെല്ലാം ഉപയോഗിക്കുന്നത്. അപ്പൊ നോട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കിലോമീറ്റർ കണക്കാവുമ്പോൾ ഒരു 8 to 10 കിലോമീറ്റർ 8 to 10 കിലോമീറ്റർ ആണ് ഫോറെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഓക്കെ, രണ്ട് സൈഡിലും ഈ ജാക്കറ്റിന്റെ അവിടെ സ്പീഡിൽ പോകുമ്പോ ഇവിടെ പിടിക്കണം അല്ലേ? ഇതിനകത്ത് സ്പീഡോമീറ്റർ ഉണ്ടോ? നമ്മളൊരു 6-7 കിലോമീറ്റർ സ്പീഡോമീറ്റർ അവിടെ ഉണ്ട്. ഓക്കെ. അപ്പൊ കണ്ട എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം നോക്കി. ആ സ്കൈയും നോക്കുമ്പോ ഇത് പൊങ്ങും. ഓക്കെ. അങ്ങനെ അപ്പൂസ് അടുത്തതിൽ പോവുകയാണ്. നമ്മള് അവിടെ നിന്ന് ബോട്ടിൽ നിന്ന് വന്നിറങ്ങി. ഇത് ഇവിടെ വന്നിറങ്ങി. ഇവിടെ ഭയങ്കര സൂപ്പറായിട്ടൊരു ലൊക്കേഷനാണ്. കണ്ടോ, നമ്മുടെ ഒരു പാലമുണ്ട് ഇവിടെ. തൂക്കുപാലമല്ല, നല്ലൊരു പാലം. ഗോപ്രോയിൽ അവിടെ കൊടുത്ത് ഇവിടെ ചവിട്ടാ. ഇല്ലില്ല, പെട്ടെന്ന് കയറണം. അതല്ലെന്നേ, കേറിയിട്ട് അങ്ങ് എടുത്ത് ഇരുന്നോ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഇത് രണ്ട് സൈഡിലും പിടിക്കേ. രണ്ട് സൈഡിലും പിടിക്കേ. ഓക്കെ അല്ലേ? ഇനി ബാലൻസ് ചെയ്ത് സെന്ററിൽ ഇരിക്കുക. ഈ കാലുണ്ടല്ലോ, കാല്. ഓക്കെ, കുഴപ്പമില്ല. എല്ലാം ഓക്കെ ആണ്. പെക്ക പറഞ്ഞല്ലോ. ഓക്കെ, ബൈ ബൈ. വീണിട്ടൊന്നുമില്ല. മുടിയൊന്നും നനഞ്ഞിട്ടില്ല. വീണില്ലേ? വേഗം കയറിക്കോ. അത് തന്നെ. അങ്ങനെ ഞങ്ങൾ സാധനം കൊണ്ടുവന്ന് കയറ്റി. ഇവിടെ ബോട്ട് ഇതിനകത്തേക്ക് ആയി കയറി. ഇവിടെ ഹുക്ക് വെച്ച് താഴത്തൊരു ഹുക്കുമായി. ഉപ്പ് അല്ല, എന്താ കടലിൽ പോയിട്ട് കടലിൽ നിന്നുള്ള ഉപ്പ്. ഫുള്ളുണ്ട് ഇവിടെ, മുഴുവൻ ഉണ്ട് കേട്ടോ ഉപ്പ്. തെറിച്ചെടുത്ത് ഫുള്ള് മറ്റേ ഉണങ്ങിയിട്ടേ വെയിലത്ത് വെള്ളം അങ്ങ് വറ്റിയിട്ട് അതുപോലെ അയക്കണതാ. കിടക്കുന്ന വണ്ടികൾ ഫുള്ള് ബോട്ടുമായിട്ട് വന്നേക്കണം കേട്ടോ. ബോട്ടും ഇതുപോലെ എത്ര വണ്ടികളാന്ന് നോക്കിയതേ, കണ്ടോ? ഇത് ഫുള്ള്. അതുപോലെ തന്നെ അത് അപ്പുറത്ത് എല്ലാം ഉണ്ട്. ആ കാണുന്നത് ഇതേപോലെ തന്നെ ഒരു 3 റോ ഉണ്ട് അപ്പുറത്തേക്ക്. അത് ഫുള്ള് ബോട്ടുകളാണ്.
വൈൻഡ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ പരിപാടികൾ. ഓൾമോസ്റ്റ് മഴ പെയ്യാനുള്ള സമയമായപ്പോൾ അത് കാരണം ഞങ്ങൾ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയൊക്കെ എണിക്കാം. അതിൻ്റെ ഒരു അങ്ങനെ വിചാരിച്ചാണ് നമ്മൾ ഇറങ്ങുന്നത് അല്ലേ. അപ്പൊ ഇന്നത്തെ പരിപാടികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? സൂപ്പർ ആയിരുന്നില്ലേ? എനിക്ക് മറ്റേ ഇതെങ്ങനെ ഇഷ്ടപ്പെട്ടു? ജെറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നില്ലേ? അല്ലേ അല്ലേ? ആ അതാ പറഞ്ഞത്. അപ്പൊ അതൊക്കെയാണ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ചു, സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഞങ്ങൾ എല്ലാവരുടെ അടുത്തും അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ.